പൂമുഖം ഇങ്ങനെ വ്യക്തമായി കാണുകയാ. ഹബീബായ മുത്തുനബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്വഹാബിമാരുടെ നമസ്കാരം ഇങ്ങനെ കൺകുളിർക്ക് നോക്കി നിൽക്കുകയാ. ആ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടരുകയാ. മഹാനായ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന് ഞങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിരിപ്പിങ്ങനെ നീക്കിയിട്ട് അവിടെ നിന്നിങ്ങനെ വന്നു നിന്നപ്പോ ഹബീബിനെ കണ്ടിട്ട് സന്തോഷത്താൽ ഞങ്ങളുടെ നിസ്കാരം പോലും ബാത്തിലായി പോകുമോ എന്ന് പേടിച്ചു പോയ ദിവസമായിരുന്നു അത്. എത്ര ദിവസമായി ഹബീബിനെ ഒന്ന് കാണാൻ കൊതിക്കുന്നു. ആ പരിശുദ്ധമായ ഇമാമത്തിനു പിന്നിലായി നമസ്കരിക്കാൻ ആഗ്രഹിച്ചു പോയ ദിവസങ്ങൾ എത്രയാ. ആഗ്രഹങ്ങൾക്ക് വിരാമമിട്ട് മുത്തുനബി തങ്ങളുടെ പൂമുഖം ഒന്ന് കാണാൻ കഴിഞ്ഞപ്പോ, അവിടുത്തെ പുഞ്ചിരി ഒന്ന് കാണാൻ കഴിഞ്ഞപ്പോ ഞങ്ങളുടെ നിസ്കാരം പോലും ഞങ്ങളുടെ സന്തോഷത്താൽ ബാത്തിലായി പോകുമോ എന്ന് ഞങ്ങൾ പേടിച്ച സുബഹിയായിരുന്നു അത്. പക്ഷേ ഞങ്ങൾ അറിഞ്ഞില്ല അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ കാഴ്ചയാ. അവിടുന്ന് തിരിഞ്ഞു നടക്കുകയാ. ആ വിരിപ്പ് പൂർവസ്ഥിതിയിലാവുകയാ. പിന്നീട് ഒരിക്കലും ഹബീബിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിൻ്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭപ്പൂവിൻ്റെ ഹാലും നീല കണ്ട് ആലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. ആ തിങ്കളാഴ്ച ദിവസം ളുഹായുടെ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാത്ത ക്ഷീണത്തിലാ. പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിക്കുകയാണ്. ഫാത്തിമ ബീവിയോട് രഹസ്യം പറയുകയാണ്. അവിടുന്ന് കരയുകയാ. ഫാത്തിമ ബീവിയോട് പിന്നീട് മറ്റൊരു രഹസ്യം പറയുകയാണ്. അവിടുന്ന് ചിരിക്കുകയാണ്. ഈ സംഭവം നമുക്കറിയാലോ. ഫാത്തിമ ബീവി എന്തിനാ കരഞ്ഞത്? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഈ രോഗത്തിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്റെ അവസാനത്തെ ദിവസങ്ങളാണ്, ഇതെന്റെ അവസാനത്തെ നിമിഷങ്ങളാണ്. ഫാത്തിമ, നിന്റെ പിതാവിതാ ലോകം വിട്ട് പോവുകയാ. അത് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരയുകയാണ്. രണ്ടാമതായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഈ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നോട് ചേരുന്നത് നീയായിരിക്കും. നാളെ സ്വർഗത്തിലെ ഹൂറിമാരുടെ നായിക നീയായിരിക്കും ഫാത്തിമ. അത് കേട്ടപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുഞ്ചിരിക്കുകയാണ്. ഈ സംഭവം നടന്നത് ആ അവസാനത്തെ തിങ്കളാഴ്ച സുബഹിക്ക് ശേഷമാണ്. ഒരു ദുഹായുടെ നേരത്താണ്. മുത്തായ തങ്ങൾ താളർന്നു കിടക്കുന്നു. മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു. ഏറ്റം വിഷാദത്താൽ ഉപ്പയെ നോക്കുന്നു. ഏറെ പരിചരിച്ചെല്ലാരും നിൽക്കുന്നു. അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിൻ്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭപ്പൂവിൻ്റെ ഹാലും നീല കണ്ട് ആലും സഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട പേരക്കിടാങ്ങളായ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവായ മുത്തുനബി തങ്ങളുടെ തങ്കക്കുടങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ വിളിക്കുകയാണ്. അവരെ ചുംബനമർപ്പിക്കുകയാണ്. പൊന്നുമക്കളെ, ഇനി നിങ്ങളുടെ ഉപ്പൂപ്പയെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ വിട പറയുകയാണ്, ഞാൻ പോവുകയാണ്. അവസാനമായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ വിളിച്ചുകൊണ്ട് അവർക്ക് ചുംബനമർപ്പിച്ചു അവരോട് യാത്ര തേടുകയാ.
അവിടത്തേക്ക് വഫാത്തിന്റെ അടയാളങ്ങൾ ഇങ്ങനെ പ്രകടമാവുകയാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശിരസിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തുകയാ. ആ സമയത്താണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മിസ്വാക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. സംസാരിക്കാൻ അവിടത്തേക്ക് പ്രയാസമുണ്ട്. ആ മിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, അങ്ങേക്ക് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടോ യാ റസൂലല്ലാഹ്? മുത്തുനബി തങ്ങൾ ഇങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മിസ്വാക്ക് വാങ്ങുകയാ. തന്റെ വായിലിട്ട് കൊണ്ടത് പദം വരുത്തുകയാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മിസ്വാക്ക് കൊണ്ട് അവസാനമായിട്ടൊന്ന് മിസ്വാക്ക് ചെയ്യിപ്പിച്ചു കൊടുക്കുകയാ. ഹബീബിന്റെ മുമ്പിൽ വെള്ളത്തിന്റെ ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിലേക്ക് ഇങ്ങനെ കൈവച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളം കൊണ്ട് ഇങ്ങനെ മുഖം തടവുകയാ. എന്നിട്ട് പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസകറാത്ത്. മരണത്തിനൊരുങ്ങുകയാണ്, അല്ലാഹുവിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയാണ്, അതിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ, അങ്ങേ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അങ്ങേക്ക് സമ്മതമാണെങ്കിൽ അങ്ങയുടെ റൂഹ് പിടിക്കണമെന്നും, അതല്ല അങ്ങേക്ക് സമ്മതമല്ല എങ്കിൽ ഇനിയും ഒരുപാട് കാലം അങ്ങേക്ക് ജീവിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അങ്ങയെ കണ്ടുകൊണ്ട് തിരിച്ചു പോവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മലക്കുൽ മൗത്ത് അസ്റായീൽ അന്നേരത്ത് മനുഷ്യന്റെ രൂപത്തിൽ ചാരത്ത് വന്നിട്ട് മാണിക്യ കല്ലിനോടേറ്റം മദബില് മേന്മസലാമും പറയുന്നു നേരില് വന്ന വിശേഷം മാലക്ക് പറയുന്നു മന്നാന്റെ അമർ പോലെ വന്നുള്ളതാണെന്ന് സമ്മതമുണ്ടെങ്കിൽ റൂഹ് പീഡിക്കാനും സമ്മതമില്ലെങ്കിൽ കണ്ടെത്തിയിരിക്കാനും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മിസ്വാക്ക് ചെയ്തു കൊടുത്ത ഉടനെ തന്നെ അവിടുന്ന് തന്റെ കൈകൾ അല്ലെങ്കിൽ തന്റെ വിരല് ആകാശത്തേക്ക് ഉയർത്തുകയാ. അവിടുത്തെ ചുണ്ടുകൾ ഇങ്ങനെ മന്ത്രിക്കുകയാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങൾ എന്താണ് മന്ത്രിക്കുന്നതെന്നറിയാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാ. അവിടുന്ന് പറയുന്നത് ഇങ്ങനെയാ, മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവേ, നീ നിഅമത്ത് ചെയ്തവരുടെ കൂടെ എന്നെ നീ ചേർക്കണമേ തമ്പുരാനെ. നിന്റെ അമ്പിയാക്കളോടൊപ്പം ഔലിയാക്കളോടൊപ്പം സിദ്ദീഖീങ്ങളോടൊപ്പം ശുഹദാക്കളോടൊപ്പം എന്നെയും ചേർക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി. പടച്ചോനെ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ഒരു തെറ്റും ജീവിതത്തിൽ ഇല്ലാത്ത മുത്തുനബി തങ്ങൾ അല്ലാഹുവിനോട് തേടുകയാണ്. നബിയേ, അങ്ങയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ തെറ്റുകൾ, വരാനിരിക്കുന്ന തെറ്റുകളെല്ലാം ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിരിക്കെ തന്നെ തന്റെ വഫാത്തിന്റെ അവസാനത്തെ നേരത്ത് അവിടുന്ന് കൈ ഉയർത്തി അല്ലെങ്കിൽ വിരലുയർത്തിയിട്ട് പറയുകയാ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി. പടച്ചോനെ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. എനിക്ക് നീ കാരുണ്യം ചൊരിയണേ അല്ലാഹ്. വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅലാ. നിന്റെ ഏറ്റവും സമുന്നതമായ സാമീപ്യത്തിൽ എന്നെ നീ ചേർക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റഫീഖൽ അഅലാ, അല്ലാഹുമ്മ റഫീഖൽ അഅലാ. പടച്ചവനെ, നിന്റെ മഹത്തായ
ഉന്നതമായ സമീപ്യത്തിൽ എന്നെ ചേർക്കണേ അല്ലാ. 3 തവണ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാക്കുകൾ ഉരുവിടുകയാ. അവിടുത്തെ കൈകൾ ഇങ്ങനെ താങ്ങു പോവുകയാ, ആ കണ്ണുകൾ ഇങ്ങനെ മേൽപോട്ട് ഉയർന്നു പോവുകയാ. അനുവാദം മുത്ത് റസൂലും കൊടുക്കുന്നു. അസ്റായീൽ അന്നേരം റൂഹ് പീഡിക്കുന്നു. അനുവാദം മുത്ത് റസൂലും കൊടുക്കുന്നു. അസ്റായീൽ അന്നേരം റൂഹ് പീഡിക്കുന്നു. ആലം ദുനിയാവും ആകെ വിറക്കുന്നു. ആലം ദുനിയാവും ആകെ വിറക്കുന്നു. ആറ്റൽ റസൂലുള്ളാഹ് നമ്മെ പിരിയുന്നു. ആ വാർത്ത മദീനയിൽ ഒന്നാകെ കാട്ടുതീ പോലെ പരക്കുകയാണ്. ആ സമയത്ത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥലത്തുണ്ടായിരുന്നില്ല. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് പിടിക്കുന്ന, പരിശുദ്ധമായ റൂഹ് പിടിക്കുന്ന നേരത്ത് അവിടെ നിന്ന് അല്ലാഹുവിലേക്ക് യാത്ര പോകുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥലത്തുണ്ടായിരുന്നില്ല. ആ വിവരമറിഞ്ഞ് തകർന്നു പോവുകയാ. തളർന്നു പോയ മനസ്സോടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് ഓടി വരികയാ. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തെ മൂടിയിട്ടുള്ള ആ പുതപ്പെടുത്ത് അങ്ങോട്ട് മാറ്റുമ്പോൾ ചന്ദ്രനെ പോലെ മിന്നിത്തിളങ്ങുന്ന പൂമുഖം കണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പരിശുദ്ധമായ പൂമുഖത്ത് ചുംബനമർപ്പിക്കുകയാ. ഹബീബായ മുത്ത് നബി തങ്ങളുടെ ശരീരത്തിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തളർന്നു വീണു പോവുകയാ. യാ റസൂലല്ലാഹ് മാ അത്യബക ഹയ്യാ വമാ അത്യബക മഈതാ.